ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു സ്പെഷ്യൽ പുഡിംഗ് ആണ്. ഫ്ലോട്ടിംഗ് ഐലൻഡ് പുഡിംഗ് എന്നും ഫ്ലോട്ടിംഗ് കസ്റ്റാർഡ് പുഡിംഗ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണിത്. ഇതുണ്ടാക്കാനാണെങ്കിൽ വളരെയധികം ചിലവ് കുറവാണ്, എളുപ്പത്തിൽ തയ്യാറാക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് പുഡിംഗ് റെഡിയാകും. പിന്നെ അത് തണുപ്പിച്ചെടുക്കണം, അത്ര മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ പുതിയ റെസിപ്പി ഒന്നല്ല കേട്ടോ, ഒരുപാട് കാലം പഴക്കമുള്ള ഒരു റെസിപ്പിയാണ്. എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി പുഡിംഗ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഫ്ലോട്ടിംഗ് ഐലൻഡ് പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് 2 ബൗൾ എടുത്ത് വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. അപ്പം മുട്ട ഒന്ന് പൊട്ടിച്ച് നമ്മുടെ കയ്യിലേക്ക് അങ്ങ് ഒഴിച്ചാൽ മതി. ഒഴിക്കുമ്പോഴത്തേക്കും അതിൻ്റെ മുട്ടയുടെ വെള്ളയും ഉണ്ണിയും സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. എഗ് സെപ്പറേറ്റർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. മുട്ടയുടെ വെള്ളയിൽ മഞ്ഞ ഒട്ടും വരാതെ ശ്രദ്ധിക്കണം. നമുക്ക് മഞ്ഞ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞയ്ക്കകത്തോട്ട് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. മിൽക്ക് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഫ്രഷ് ക്രീം 2 ടേബിൾ സ്പൂൺ ചേർക്കാം. വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇനി നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് പാലാണ്. 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചില മിൽക്ക് പൗഡർ ഡയറക്റ്റായിട്ട് പാലിലേക്ക് ഇട്ടാൽ അത് മിക്സായി കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ കുറച്ച് പാലൊന്ന് ചൂടാക്കി അതിൽ മിൽക്ക് പൗഡർ ഇട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. മൊത്തത്തിൽ ചൂട് പാൽ എടുക്കരുത്, കാരണം കസ്റ്റാർഡ് പൗഡറിൽ ചൂട് പാൽ ഒഴിച്ചാൽ രണ്ടും വിരുദ്ധ സ്വഭാവമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. അത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ മുട്ടയുടെ വെള്ളം എടുക്കുകയാണ്. അതിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് വിസ്ക് വെച്ചിട്ടോ ബീറ്റർ വെച്ചിട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വിസ്ക് വെച്ച് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എന്നാൽ കുറച്ച് സമയം ഒന്ന് ഇളക്കിയെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ബീറ്റർ ഉള്ളവരാണെങ്കിൽ ബീറ്റർ വെച്ച് തന്നെ ചെയ്യാം. അപ്പോൾ അതൊന്ന് ബീറ്റ് ആയിട്ടുണ്ട്. ബീറ്റ് ആയി കഴിയുമ്പോൾ നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല നൈസായിട്ടുള്ള തരിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചേർത്തിരുന്നാലും മതി. 3rd സ്പീഡിലൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അടിച്ചത്. അപ്പോൾ അത് അടിച്ചെടുത്തപ്പോൾ വേണ്ട നല്ല സ്റ്റിഫ് പീക്ക് വന്നിട്ടുണ്ട്. ഇതുപോലെ ആയിട്ട് വരണം. അപ്പോൾ നമ്മളതെടുത്ത് കമത്തി കഴിഞ്ഞാലൊന്നും താഴോട്ട് വീണു പോവില്ല. അങ്ങനെ ഒരു ടെക്സ്ചറിലേക്കാണ് വരേണ്ടത്. അപ്പോൾ വിസ്ക് വെച്ച് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ കുറച്ച് സമയം അടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസെൻസ് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുക്കാൻ മറന്നു പോകരുത്, കാരണം ഇപ്പോൾ നമ്മളിത് ഉണ്ടാക്കി കഴിയുമ്പോൾ മുട്ടയുടെ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് ചേർക്കാൻ വിട്ടുപോലെ അതോട് ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയാൽ മതി. ഒന്ന് മിക്സ് ആക്കിയതേ ഉള്ളൂ. അപ്പോഴും അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഒന്നും മാറിയിട്ടില്ല. ഇനി നമ്മൾ കസ്റ്റാർഡ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ച പാല് ഒരു പാനിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പരന്നിട്ടുള്ള പാൻ ആണെങ്കിലാണ് നല്ലത്, ഇല്ലെങ്കിൽ പരന്ന വാവട്ടമുള്ള ഒരു ചീനച്ചട്ടി എടുത്തിരുന്നാലും മതി. നോൺ സ്റ്റിക്ക് ഒന്നും വേണമെന്നൊന്നുമില്ലേ. അപ്പോൾ ഇത് പഞ്ചസാര ഒന്നും അലിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടെ മിക്സ് ആക്കി അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ഒഴിച്ച ഉടനെ തന്നെ നമ്മൾ തീ കത്തിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കാതെ വെക്കരുത്. ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് വളരെ പണ്ട് കാലത്തെ ഒരു റെസിപ്പിയാണ്. 1700കളിലൊക്കെ ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന റെസിപ്പിയാണ് കേട്ടോ അത്. അന്ന് പണക്കാരുടെ മാത്രം വീടുകളിൽ വലിയ വിരുന്നുകൾക്കൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു ഡെസേർട്ടാണിത്. അന്നെന്ന് പറഞ്ഞാൽ ബീറ്ററൊന്നുമില്ല, വലിയ വിസ്ക് പോലത്തെ സംഭവം വെച്ച് ഒരുപാട് പേര് ചേർന്നിട്ടാണ് ഈ എഗ്ഗിൻ്റെ വൈറ്റ് ഇതുപോലെ സ്റ്റിഫാക്കി എടുക്കുന്നത്. എന്ത് മാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവുമല്ലേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ശരിക്കും പറഞ്ഞാൽ വലിയ ചിലവൊന്നുമില്ല, കണ്ടിട്ടില്ല. ഇപ്പോൾ കണ്ട സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. തിളയ്ക്കുമ്പോൾ തന്നെ നല്ല കുറച്ച് തിക്കായിട്ട് വരും. ഇപ്പം നമ്മൾ സ്പൂൺ വെച്ച് കോരി ഊറ്റുന്ന സമയത്ത് അത്രയും അങ്ങോട്ട് തിക്കായില്ല, എന്നാൽ കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരട്ടെ. അപ്പോൾ ഇത് കുറച്ചുകൂടെ സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് തിക്കായിട്ട് പെട്ടെന്ന് തിക്കാവട്ടോ, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. നമ്മളിവിടെ തന്നെ നിൽക്കണം ഇളക്കി കൊടുത്തോണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ് മതി. അപ്പോൾ എന്നാൽ പോറിംഗ് കൺസിസ്റ്റൻസി തന്നെ ആയിരിക്കണം, ഒരുപാട് തിക്കായി പോവുകയും ചെയ്യരുത്. അപ്പോൾ ഫ്ലോട്ട് ചെയ്യില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസെൻസ് ചേർത്ത് കൊടുക്കാം. കസ്റ്റാർഡ് പൗഡർ ചേർത്തിട്ടുണ്ട്, വാനില കസ്റ്റാർഡ് പൗഡറാണ് ചേർത്തിട്ടുള്ളത്. എന്നാലും മുട്ട ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു മുട്ടയുടെ സ്മെല്ല് ഒന്നും വരാതിരിക്കാൻ, അങ്ങനെ സ്മെല്ലൊന്നുമില്ല, എന്നാലും നമുക്കൊരു ധൈര്യത്തിന് ചേർക്കുന്നേ ഉള്ളൂ. ഇനി നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെക്കണം, ഏറ്റവും സിമ്മിലേക്ക് വെക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ പതപ്പിച്ച് വെച്ച മുട്ടയുടെ വെള്ളയില്ലേ, അതെടുത്ത് ഓരോ സ്പൂണായിട്ട് എടുത്തിട്ട് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതങ്ങ് ഫ്ലോട്ടായിട്ട് തന്നെ കിടക്കും. അപ്പോൾ അതെല്ലാം ഓരോ സ്പൂണായിട്ട് നമുക്ക് എത്ര വലുപ്പം വേണോ അതിനനുസരിച്ച് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. തീരെ ചെറുതാക്കണ്ട, അത് അത്യാവശ്യം വലുപ്പത്തിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ തീ വളരെ കുറച്ച് വെക്കാൻ മറന്നു പോയല്ലേ. ഞാനിപ്പം കുറച്ചൊന്ന് വിചാരിച്ച് ഫുള്ളായിട്ട് അങ്ങ് കുറഞ്ഞില്ലായിരുന്നു. ഏറ്റവും സിമ്മിൽ വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇട്ടതൊന്ന് തിളയ്ക്കുമ്പോൾ തന്നെ നമുക്ക് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് തിളപ്പിച്ചിട്ടേ ഉള്ളൂ, അത് മതി. ഓഫാക്കിയിട്ടുണ്ട്. നമുക്കതിൻ്റെ മുകളിലേക്ക് കുറച്ച് പിസ്താഷ്യോ അല്ല എന്നുണ്ടെങ്കിൽ കാഷ്യൂ നട്ട്സോ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അത് മതി. ഇനി നമുക്ക് നേരെ അത് പുഡിംഗ് ട്രേയിലേക്കോ അല്ലെങ്കിൽ സാധാരണ ഒരു ബൗളിലേക്കോ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മേലേക്ക് കുറച്ചുകൂടെ ഒന്ന് നട്ട്സും കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുക്കാം. അത്രയേ ഉള്ളൂ നമ്മുടെ ഫ്ലോട്ടിംഗ് ഐലൻഡ്
ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മളിതിങ്ങനെ ഇളക്കുന്ന സമയത്ത് അതിങ്ങനെ ഇളക്കി കളിക്കും, ഒരു ഭംഗിയാണ് കാണാനായിട്ട്. ഇതൊന്നൊന്ന് തണുത്തൊന്ന് റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് വേണം കഴിക്കാനായിട്ട്. 1 മണിക്കൂർ തൊട്ട് 1.5 മണിക്കൂറൊക്കെ വെച്ചിരുന്നാൽ മതിയാകും. അപ്പോൾ ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇപ്പോഴും നല്ല ഫ്ലോട്ടിങ് ആണ്, നല്ല ഭംഗി ഇത് കാണാനായിട്ട്. നമുക്കിങ്ങനെ ഇളക്കി കളിക്കാനായിട്ട് തോന്നും. നമുക്കതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഒന്നുകിൽ നമുക്ക് ഇതുപോലത്തെ ബൗളുണ്ടെങ്കിൽ ബൗളിലെടുക്കാം, അല്ലെങ്കിൽ പ്ലേറ്റിലായാലും മതി. നമുക്ക് അയലൻഡും വെള്ളവും കൂടെ കൂട്ടിയെടുക്കാം. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട്. അപ്പോൾ അത് എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൂടെ കൊടുക്കാം. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയാട്ടോ, അടിപൊളിയാണ്. ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ് നമുക്ക്. ആ ഒരു മുട്ടയുടെ വെള്ള വെന്തതാണല്ലോ അത്, പക്ഷെ എന്നാലും വായിലേക്ക് വരുമ്പോൾ അത് പഞ്ഞി പോലെ, എന്താ പറയുക, വെണ്ണ പോലെ അലിഞ്ഞു പോകുന്ന ഒരു ടെക്സ്ചറാണ്. അപ്പം ഇത് തണുപ്പിച്ചിട്ടേ കഴിക്കാവുള്ളൂ കേട്ടോ. തണുക്കാതെ ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ മുട്ടയുടെ ഒരു സ്മെല്ലുണ്ടോ എന്ന് നമുക്ക് ചെറിയൊരു സംശയം തോന്നാം. പക്ഷെ തണുപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. അടിപൊളി ടേസ്റ്റാണ്. ഇൻഗ്രീഡിയൻസ് എല്ലാം അതേപോലെ തന്നെ ചേർക്കണേ. നമ്മളത് കഴിക്കുന്ന സമയത്ത് വെള്ളയുടെ പോർഷനും മഞ്ഞ പോർഷനും കൂടെ രണ്ടും കൂടെ കൂട്ടി വേണം കഴിക്കാനായിട്ട്. പിന്നെ അത് മാത്രമല്ല, ഇടയ്ക്ക് ആ നട്ട്സൊക്കെ ഇങ്ങനെ കഴിക്കാൻ കിട്ടുമ്പം അതും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എത്ര പെട്ടെന്ന് കഴിഞ്ഞില്ലേ നമ്മുടെ പണക്കാർ മാത്രം സ്വന്തമാക്കി വെച്ചിരുന്ന ഈ ഒരു പുഡിങ്. ഇത്രയും കുറഞ്ഞ ചിലവിൽ നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയില്ലേ. ഇതിപ്പോൾ ശരിക്കും ഇന്ന് കഴിക്കുന്നതിൽ നല്ല ടേസ്റ്റ് കൂടുതൽ നാളെ കഴിക്കുമ്പോഴാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.